മക്കളെ, ഒന്ന് നിൽക്കണേ. മക്കളെ കണ്ടിട്ട് നല്ല ശീലമുള്ളവരാണെന്ന് തോന്നുന്നു. ദാ ഇതിരിക്കട്ടെ. അയ്യടാ, കലക്കി അപ്പൂപ്പാ. വിശന്നിരിക്കുകയായിരുന്നു. ഹേയ് അല്ല, നടക്കുകയായിരുന്നു. മക്കൾ ഒന്ന് നിൽക്കണേ. ദേ പിന്നെ, ഇതാണോ ഈ കാട്ടിലെ നല്ല ശീലം? വൃത്തികെട്ടവർ, മര്യാദയില്ലാത്തവർ. ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെയാണോ നല്ല ശീലക്കാർ പെരുമാറുക? എങ്ങനെ പെരുമാറുക? എന്തു കയ്യിൽ കിട്ടിയാലും തന്നവരെ താണ് തോയണം. അതാണ് നല്ല ശീലം. അത്രയേ ഉള്ളൂ. ദാ തൊയ്തു. വളരെ സന്തോഷം. മക്കളൊന്ന് നിൽക്കണേ. പിന്നെ വിളിച്ചു സൂത്ര. ഈ നല്ല ശീലം എല്ലാവരോടും പറഞ്ഞു പരത്താൻ നിങ്ങൾ സഹായിക്കുമോ? പിന്നെ ഷേരു സഹായിക്കും. ഷേരു ഉഗ്രനായിട്ട് നല്ല ശീലം പരത്തും. അല്ല ഷേരു? പരത്തും. നന്നായി. ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം. കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം അല്ലേ? കയ്യിൽ കിട്ടിയാൽ താണു വണങ്ങണം. അപ്പൂപ്പാ, നല്ല ശീലം കാരണം കൈതക്കുട്ടിയെ വൈദ്യരെ കാണിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല. ആദ്യം 2 കൈതകളെയാ ഞാൻ നല്ല ശീലം പഠിപ്പിച്ചത്. അതിനിടയ്ക്ക് അവരുടെ മോൻ കാല് തെറ്റി വീണു, നെറ്റി പൊട്ടി. മോനെ വൈദ്യരെ കാണിക്കാൻ അമ്മ കൈത അച്ഛൻ കൈതയുടെ കയ്യിൽ കൊടുത്തു. അച്ഛൻ മോനെ തോളിലിരുത്തി നല്ല ശീലം കാണിക്കാൻ താണു വണങ്ങി. അന്നേരം മോൻ തോളിൽ നിന്ന് വീണ് പിന്നെയും മൂക്കുകുത്തി വീണു. അമ്മ പിന്നെയും മോനെ കൊടുത്തു. അച്ഛൻ പിന്നെയും താണു വണങ്ങി. മോൻ പിന്നെയും വീണു. ഒരു 10-12 വീഴ്ചയായി. ഇതുവരെ അവർക്ക് വൈദ്യരുടെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല.